ഒരിക്കൽ കൂടി അതായത് ഉത്തമ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരഞ്ഞെടുപ്പ് മഹാമഹം കൊട്ടിക്കയറിയതോടെ ഇലക്ഷൻ കാലത്ത് മാത്രം കാണാൻ കഴിയുന്ന രാഷ്ട്രീയക്കാരെ ഒരു നോക്ക് ദർശിക്കാനുള്ള ഭാഗ്യം തൃക്കാക്കരക്കാർക്ക് വീണ്ടും ഉണ്ടായി. തൃക്കാക്കര പിടിക്കാനുള്ള കോൺട്രാക്റ്റുമായി പാർട്ടിക്കാരെല്ലാം തന്നെ ഫാമിലി ഗെറ്റ് ടുഗദറുമായി രംഗത്തിറങ്ങിയെങ്കിലും കോമഡികൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന പിണറായി സഖാവിന്റെ LDF കൺവെൻഷനൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് വരില്ലല്ലോ. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനിരിക്കുന്ന ആരെങ്കിലും സ്മരിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ചവിട്ട് നാടകത്തോടെയായിരുന്നു കൺവെൻഷൻ പരിപാടികളുടെ തുടക്കം. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. പ്രിയ സദസ്, ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഉറപ്പാണ് LDF. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഉറപ്പാണ് തൃക്കാക്കര. വേണ്ട. ഉറപ്പാണ് 100. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ. വിപ്ലവ തിരുവാതിരയുടെ ഭയാനക വേർഷനുമായി വിപ്ലവ ചവിട്ട് നാടകം കളം പിടിക്കുമ്പോഴും ഉദ്ദേശശുദ്ധിയിൽ മാറ്റം വരുത്താൻ പാർട്ടി ഉദ്ദേശിച്ചിട്ടില്ല. ആ പഴയ തള്ളും കാരണഭൂത ഭക്തിഗാനങ്ങളും തന്നെ. തെലുങ്ക് പാട്ടുകൾ ഡബ് ചെയ്യുന്നതിൽ പോലും വെല്ലുന്ന തരത്തിലുള്ള അർത്ഥവത്തായ വരികൾ കേൾക്കുമ്പോൾ തന്നെ ആരാധകർ ആവേശത്തിലാകാതിരിക്കില്ല. നാടകം കണ്ട് തങ്ങളോട് തന്നെ ബഹുമാനം തോന്നി എഴുന്നേറ്റ് നിൽക്കുന്ന CPM ഭാരവാഹികൾക്ക് മുൻപിൽ അതാ വരുന്നു നാടകരാജാവിന്റെ ആദ്യ തള്ള്. രാജാവിന്റെ സ്വന്തമായുള്ള തള്ളലിൽ കിട്ടിയ ആത്മസംതൃപ്തി മതിയാകാത്തത് കൊണ്ടാണോ എന്തോ ശേഷം ബാക്കി തള്ളിമറിക്കാൻ തന്റെ മന്ത്രിയെ വിളിക്കാനും രാജാവ് മറന്നില്ല. അത് മനസ്സിലായി. ഇനി അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണോ ആവോ. ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ, അതിന് എന്താണാവ്? എന്ത് പണ്ടാവിനാവട്ടെ. മാലോകർ പറഞ്ഞു നടക്കുന്നത് ഒരു പൊതുവേദിയിൽ പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് രാജാവേ. ക്യാപ്റ്റന്റെ അമേരിക്ക ദർശനത്തിന് ശേഷമുള്ള ആദ്യ ജനസന്ദർശനം തൃക്കാക്കരയിലായതുകൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റൻ അമേരിക്ക തൃക്കാക്കര വാർത്തനെയാണ് വരാനിരിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കാം. അണികളുടെ മുദ്രാവാക്യ നിലവിളിയോടെ തന്നെ ക്യാപ്റ്റനുള്ള ഉജ്ജ്വല സ്വീകരണം. മാത്രമല്ല, തൃക്കാക്കര പിടിക്കാൻ ക്യാപ്റ്റൻ ഇറക്കിയ ഹൃദയ ശാസ്ത്രജ്ഞനും സമയത്ത് തന്നെ എത്തിച്ചേർന്നിരുന്നു. ക്യാപ്റ്റന് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാകണം ഇടയ്ക്കൊക്കെ ക്യാപ്റ്റനെ അനുകരിക്കാൻ ശാസ്ത്രജ്ഞൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ചവിട്ട് നാടകത്തിലെ തള്ളു കണ്ട ഹാങ് ഓവറിൽ CPM അണികൾ ഇടയ്ക്ക് സ്വന്തം സ്ഥാനാർത്ഥി ആരാണ് എന്ന് പോലും കൺഫ്യൂഷൻ അടിച്ചു പോയതിൽ ആരെയും തെറ്റു പറയാനാകില്ല. ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടുമോ എന്ന് കരുതി വേദിയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് സ്വന്തം സീറ്റ് കാണിച്ച് കൊതിപ്പിച്ച ജയരാജേട്ടൻ വീണ്ടും അവിടെ തന്നെ ഇരുന്നു കൊണ്ട് മാതൃകയായി. ഒരു കസേര ഇങ്ങോട്ട്. ഇനി വരാനുള്ളത് തൃക്കാക്കരയെ കോരിത്തരിപ്പിക്കാനുള്ള ക്യാപ്റ്റന്റെ അടാറ് പ്രസംഗമാണ്. തൃക്കാക്കരയുടെ ഹൃദയഭാഗം തന്നെ മതമായതുകൊണ്ട് ഇനി അല്പം മതനിരപേക്ഷത കൂടിയാകാം. വീക്ക്നെസ്സിൽ കയറി പിടിച്ചാൽ പിന്നെ ജനങ്ങൾക്ക് വോട്ട് കൊടുക്കാതിരിക്കാനാകില്ലല്ലോ. മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിലും ഉയർത്തിപ്പിടിക്കണമെങ്കിലും വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം. എന്നാൽ പലപ്പോഴും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
അല്ല സഖാവേ, തൽക്കാലത്തേക്ക് ടാർപ്പായിട്ട് മറിച്ച കേരളയിൽ കുറ്റികളുടെ കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നന്നായിരിക്കും. കുറ്റി അടിക്കാൻ പോകാത്തത് കൊണ്ട് തന്നെ തൃക്കാക്കരയിൽ അതൊരു പ്രശ്നമാകില്ല. വരാൻ പോകുന്ന കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. ഇവിടെ വരിക തന്നെ ചെയ്യും. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്ന് കേട്ട ഉടനെ കുറ്റിനാട്ടിൽ ടീമിന് കുറച്ചു നാളത്തേക്ക് റെസ്റ്റ് കൊടുത്തത് എന്തിനാണ് എന്ന് മാത്രം ഒരു പിടുത്തവുമില്ല. തിരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ മോദിജി പെട്രോളിന്റെ വില നിശ്ചലമാക്കുന്ന ടെക്നിക്ക് മാതൃകയാക്കിയതാകാനേ തരവുള്ളൂ. സഖാവും പരിവാരങ്ങളും എത്തിയെന്നറിഞ്ഞതോടെ ഇനി സർക്കാരിനെ പുകഴ്ത്താൻ പുതിയതായി നിയമിച്ച തോമസ് മാഷിന്റെ വരവാണ് മലയാളികൾ ഉറ്റുനോക്കുന്നത്. CPM-ന് മാത്രമല്ല, തൃക്കാക്കരയിൽ കോൺഗ്രസിനുമുണ്ട് കുടുംബസംഗമം ഒക്കെ. മാഷിനെ ക്ഷണിക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ സതീശേട്ടാ? അവിടെ ആരെയും കല്യാണം നടക്കണല്ലോ, ക്ഷണിക്കാം. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. പാർട്ടി കോൺഗ്രസിൽ പോയതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനായ തോമസ് മാഷിനും ഒരു കസേര മാറ്റിയിടാൻ ഇടതു സംഘാടകർ മറന്നില്ല. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാത്തതിന്റെ ക്ഷീണം മാറാത്തത് കൊണ്ട് തന്നെ LDF കൺവെൻഷന്റെ ക്ഷണം തിരസ്കരിക്കാനാകുമല്ലേ മാഷി ഉദ്ദേശം? നാളെ മുഖ്യമന്ത്രി നടത്തുന്ന ഇടതുമുന്നണി പ്രചരണ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിലും തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രചരണ പരിപാടികളിലും ഞാൻ പങ്കുചേരുന്നു. എൻ്റെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ പ്രചരണത്തിനിറങ്ങി അതുപോലെ തന്നെ ആയിരിക്കും ഡോക്ടർ ജോ ജോസഫിന്റെ പ്രചരണത്തിന് പങ്കാളിക്കും. കോൺഗ്രസ് പാർട്ടിയിൽ കിട്ടാൻ ബാക്കിയുള്ള കസേരകളുടെ ലിസ്റ്റ് നിരത്തി CPM വിളിക്കുമ്പോൾ മാഷ് എങ്ങനെയാണ് പറ്റില്ല എന്ന് പറയുന്നത്? തൽക്കാലം കോൺഗ്രസ് വള്ളത്തിൽ കൂടിയിരിക്കുന്ന കാല് CPM വള്ളത്തിലേക്ക് ഇറക്കി വെച്ച മാഷ് LDF കൺവെൻഷനിലേക്ക് യാത്രയാകുകയാണ്. സുഹൃത്തുക്കളെ, യാത്രയാകുകയാണ്. KV തോമസ് മാസ്റ്റർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യണമല്ലോ. വെറും കൈയോടെ വരാനാകാത്തത് കൊണ്ട് തന്നെ സഖാവിനുള്ള സോപ്പും മാഷ മാർഗാതെ കൂടെ കൊണ്ടുവന്നിരുന്നു. കേരളയിൽ വരേണ്ട ആവശ്യകതയാണ് അദ്ദേഹം പറയുന്നത്. 1 മണിക്കൂർ എടുക്കേണ്ടി വന്നു ഇങ്ങോട്ട് യാത്ര ചെയ്യാനാണ്. താനൊരു കോൺഗ്രസുകാരനാണ് എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാൻ മറക്കാത്ത മാഷ് തൃക്കാക്കരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കുള്ള ആദരവും കിട്ടിയ അവസരത്തിൽ പ്രകടിപ്പിച്ചു. PT തോമസിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. PT-യുടെ സ്മരണകൾ കാക്കുന്ന ആളുകൾ PT പറഞ്ഞ കാര്യങ്ങൾ വിസ്മരിച്ചു പോയോ? അച്ഛൻ മരിച്ചാൽ മകൻ, ഭർത്താവ് മരിച്ചാൽ ഭാര്യ, അവരാണോ അധികാരത്തിലേക്ക് കടന്നു വരേണ്ടതെന്ന് അന്ന് PT ചോദിച്ചിരുന്നു. ഞാൻ ഉമ്മയെ സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ PT പറഞ്ഞ കാര്യങ്ങൾ നാം ഓർക്കണ്ടേ? 99-ൽ ഔട്ടായി നിൽക്കുന്ന ഇടതുപക്ഷത്തിനെ സെഞ്ചുറി അടുപ്പിക്കാൻ പെടാപ്പാടുപെടുന്ന CPM-നൊപ്പം മാഷ് കൂടി ചേരുമ്പോൾ തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് വരാനുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. അതായത് ഉത്തമ മനസ്സിലായി. പണി എന്ന് കേട്ടപ്പോഴേക്കും ഓടി വന്ന് ക്യൂ നിന്ന കുറച്ച് ബംഗാളികളെയും കൂട്ടി പഞ്ചായത്ത് വഴി കോൺക്രീറ്റ് ഇടാൻ വന്നതാണ്. പെട്ടെന്ന് പുറത്ത് എന്തോ വന്ന് അടിക്കുന്ന പോലെ ഒരു തോന്നൽ. എന്തായാലും ഒന്ന് തിരിഞ്ഞു നോക്കി കളയാമെന്ന് കരുതി തിരിയാൻ ശ്രമിച്ചത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ എവിടെ നിന്നൊക്കെയാണ് അടി വരുന്നത് എന്ന് ആർക്കും ഒരു നിശ്ചയമുണ്ടായിരുന്നില്ല. നമ്മളെ ബാലകൃഷ്ണനല്ല എല്ലാരും കൂടി അടിക്കണ. മജീദ്, ജബ്ബാറ്, സുക്കൂറ്, വെലേല, അടി ഊരടിക്ക് അടി തുടക്കാൻ അവിടെ. കൽപ്പകച്ചേരി വളവന്നൂർ പഞ്ചായത്തിലാണ് കേരളത്തിൽ അന്യം നിന്ന് പോകുന്ന ഈ കലാരൂപം ഒരിക്കൽ കൂടി ആവിഷ്കരിക്കപ്പെട്ടത്. പഞ്ചായത്ത് വഴി കോൺക്രീറ്റ് ഇടാൻ വരുന്നവരെ അടുത്തുള്ള വീട്ടുകാർ പെറുക്കിയിട്ട് അടിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. സ്ത്രീ ശാക്തീകരണ ഭാഗമായി നടത്തപ്പെട്ട കൂട്ടിയടിയിൽ പ്രായഭേദമന്യേ ഉണ്ടായ ജനപങ്കാളിത്തം തല്ലിന് മാറ്റുകൂട്ടി. എന്റെ പിള്ളേരെ തൊടുവാടാ. അയ്യോ, എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ. അങ്ങോട്ട് തിരിച്ചു പിടിക്കേ, അല്ലെങ്കിൽ വേറെ എവിടെയും പോയി പോട്ടെ. കിട്ടുന്ന അടിയെ തന്ത്രപരമായി നേരിടാൻ ഹെൽമറ്റുമായി യുദ്ധഭൂമിയിലെത്തി കിട്ടിയ അടിയിൽ ഭൂമിയിൽ സാഷ്ടാംഗം പ്രണമിച്ചുള്ള ബുള്ളറ്റ് ചേട്ടന്റെ ഒറ്റയാൾ പോരാട്ടം കയ്യടി അർഹിക്കുന്നു. നീ എന്താ അവിടെ കുതിര കളിക്കുക? നിന്നെ ഞാനൊരു ഇരിക്കട്ടെ, എനിക്കൊന്നും കിട്ടിയില്ല. എന്റെ നെഞ്ചിട്ട് തന്നെ നിൽക്കണേ. അടി കൊള്ളുന്നതിനൊപ്പം കൊള്ളുന്ന അടിയുടെ കണക്ക് വീഡിയോ ആക്കി റെക്കോർഡ് ചെയ്ത യുവാവ് കൂട്ടത്തിൽ മാതൃകയായി. അടികൊണ്ട് പിടിച്ചു നിൽക്കാനാകുമോ എന്ന കൺഫ്യൂഷനിൽ
കരുതിയാകണം പെട്ടെന്ന് മെറ്റൽ ടിക്കറ്റ് അഥവാ മെറ്റൽ പെർക്കേറിയൽ എന്ന ആശയം ചേച്ചിമാർ മുൻപോട്ട് വെച്ചത്. ഇടയ്ക്ക് റഫറി 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് നിലത്തടിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും കയ്യിൽ കിട്ടുന്നവരൊക്കെ എടുത്തിട്ട് അടിക്കുന്നതിന്റെ തിരക്കിൽ ചേച്ചിമാരുണ്ടോ കേൾക്കുന്നു. പൊരിഞ്ഞ അടിക്കിടയിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകരുത് എന്ന് കരുതി വാഹനങ്ങൾ നിയന്ത്രിച്ച ചേട്ടൻ കൂട്ടയടിയുടെ നല്ല നടത്തിപ്പിൽ സുപ്രധാന പങ്ക് വഹിച്ചു. കോൺക്രീറ്റ് ഇടൽ ടീമിന് ചേച്ചിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ശരിക്കും പെരുമാറിയതോടെ കാഴ്ചക്കാരെ ആവേശത്തിലാഴ്ത്തിയ കൂട്ടത്തല്ലിന് തൽക്കാലത്തേക്ക് വിരാമമായി. പെൺകുട്ടികൾ പൊതുവേദിയിൽ വരുന്നത് നമ്മുടെ അന്തസ്സിന് ചേർന്നതല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാൻ സമസ്ത തന്നെ വേണ്ടി വന്നു. സംഭവം വൈറലായതോടെ സമസ്ത അപരാധങ്ങളും പൊറുക്കണേ എന്നായി കേരള രാഷ്ട്രീയ നേതൃത്വം. അല്ലെങ്കിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒരവസാനം കണ്ടാലും മതിയാകും. ഇതേ സമയം നയം വ്യക്തമാക്കാൻ സമസ്തയും മുന്നോട്ട് വന്നിരുന്നു. ശ്രീമാൻ മുസ്തഫ മുണ്ടുപാറയുടെ വ്യാഖ്യാനം ദേ ഇങ്ങനെയായിരുന്നു. MP അബ്ദുള്ള മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ, അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധുക്കളുള്ള നാട്ടിൽ അദ്ദേഹം ഇസ്ലാമികമായ ഒരു നിർദ്ദേശം അവിടുത്തെ ആളുകൾക്ക് നൽകി. 10ാം ക്ലാസ്സിൽ കുട്ടിയെ ആരോട് അങ്ങോട്ട് വിളിച്ചത്? ഞാൻ മേലിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അത് ഇത്രമാത്രം വലുതായി പൊലിപ്പിച്ചു കൊണ്ടുവന്ന ഒരു വലിയ സംഭവമാക്കാൻ മാത്രം കാര്യങ്ങളേ ഇല്ല. സമസ്ത എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു പ്രസ്ഥാനമാണ്. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. നമ്മുടെ മാധ്യമങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ തോന്നുകയാണ്. സമസ്തയുടെ ആശയങ്ങളും ആദർശങ്ങളും വളരെ പരിശുദ്ധമാണ്. അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട. കാരണം വളരെ നിസ്സാരമായ ഒരു പ്രശ്നം. ഞാൻ മേലിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. സമസ്തന്റെ നിങ്ങൾക്ക് അറിയില്ലേ? സമസ്തക്ക് അതിൻ്റെതായ ചില നിലപാടുകളുണ്ട്. ഞങ്ങളൊക്കെ അവിടെ എത്തിയാണ് വേണ്ടാത്ത പണി ചെയ്യാം. അതൊക്കെ ഫോട്ടത്തിൽ വരൂലേ? എത്ര മനോഹരമായ ആചാരങ്ങൾ. പക്ഷേ ഈ മറുപടി തിരിച്ചടിക്കുമോ എന്ന് കരുതിയാകണം പ്രമുഖ സമസ്ത ഉസ്താദ് തൽക്കാലം മണ്ടന്മാരായ മലയാളികൾ വിശ്വസിക്കുമെന്ന് കരുതി സ്പഷ്ടമായ വ്യാഖ്യാനവുമായി രംഗത്ത് വന്നു. ഈ കുട്ടീനെ അപമാനിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താ? വരുന്നതിന് മുമ്പ് അവൾ കയറാൻ പാടില്ല എന്നാ പറയുന്നത്. അത് മൂപ്പര് പറഞ്ഞിട്ടില്ല. തരൂർ മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്, കുഴപ്പമില്ല, ശരിയാവും. മൂപ്പര് വന്നു, ഈ കുട്ടിക്ക് ഇത് കൊടുത്തു. അപ്പൊ ഈ കുട്ടീന്റെ മുഖത്ത് നോക്കുമ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്ന സദസ്സിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ലജ്ജ ഉണ്ടാവുമല്ലോ. സ്ത്രീകൾക്ക് മൊത്തത്തിൽ ലജ്ജ ഉണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ആ ഒരു ലജ്ജ ഈ കുട്ടിക്കുണ്ട് എന്ന് മനസ്സിലായി. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അപ്പൊ ഈ കുട്ടിക്ക് ഒരു മാനസികമായി ഒരു പ്രയാസം വരുമോ? ഇതുപോലെയാണോ ഇനി ഇവിടെ വരുന്ന കുട്ടികളൊക്കെ? അവരൊക്കെ വിളിച്ചു കണ്ടു വരുത്തിയാൽ അവർക്ക് സന്തോഷത്തിലേറെ പ്രയാസമാവുമോ എന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പർക്ക് ആധികാരികമായി പറയാൻ പറ്റിയ ഒരുത്തരോടാണ് പറഞ്ഞത്, ഇനി അവനെ വിളിക്കാൻ പാടില്ല. സമസ്തയിൽ ഇങ്ങനെ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമായി കണക്കാക്കാം. എന്നാൽ ചില വൈരികളായ പാർട്ടിക്കാരെ പോലും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഈ സംഭവമൊക്കെ ധാരാളമാണ്. പറയൂ ജയരാജേട്ടാ, സമസ്തയുടെ പുതിയ സംരംഭം ഇതുവരെയും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ ആവോ? എല്ലാവരുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടി വരും നിലപാട് സ്വീകരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്ക ജയേട്ടാ. ഇപ്പൊ കിട്ടും. യു ജസ്റ്റ് വെയിറ്റ്. ജയേട്ടാ, ആ സമസ്തയുടെ കാര്യം കൂടി അങ്ങോട്ട് പറയൂ. ആ പോരിട്ടിങ്ങട്. ഓരോ പ്രശ്നങ്ങളിലും അങ്ങനെ പ്രതികരിക്കേണ്ടത് ഞങ്ങളുടെ നിലപാട് അതാണ്. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. ഏത് തെറ്റായിട്ടുള്ള പ്രവണതകളെയും ഞങ്ങൾ അംഗീകരിക്കില്ല, പ്രോത്സാഹിപ്പിക്കില്ല, നടപടിയെ ശക്തമായിട്ട് എതിർക്കും. എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ തള്ളാനല്ലാതെ കാര്യത്തോടടുക്കുമ്പോൾ അറിയാതെ ജയേട്ടന് മിണ്ടാട്ടം മുട്ടിപ്പോകും. അല്ലെങ്കിൽ തന്നെ സമസ്തയോട് മുട്ടാനുള്ള ഗട്ട്സ് ഒക്കെ
ആ ബോഡിയിൽ ഉരുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഗട്സ് കാണണമെങ്കിൽ ശിവൻ ചേട്ടനോട് തന്നെ ചോദിക്കേണ്ടി വരും. സംഭവം വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ വ്യക്തമായ മറുപടി കിട്ടാതിരിക്കില്ല. സ്ത്രീ സമൂഹത്തോട് അങ്ങേറ്റത്തെ ബഹുമാനം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വച്ചു പുലർത്തുന്നത്. ആഹാ, എന്നിട്ട് അതിന് ഘടകവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാതിമേൽ അന്വേഷിച്ച ആവശ്യമായ നടപടി സ്വീകരിക്കും. മന്ത്രി അപ്പൂപ്പൻ എന്ന് സ്വയം വിളിക്കുന്ന ശിവേട്ടന്റെ എങ്ങും തൊടാതെയുള്ള മറുപടിയെ മുരളിച്ചേട്ടനും വെറുതെ വിട്ടില്ല. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, അദ്ദേഹം സ്വയം പറയുന്നത് അപ്പൂപ്പനാണെന്നാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. അപ്പൂപ്പൻ എന്താ മിണ്ടാത്തത് ഇക്കാര്യം വരുമ്പോ? അപ്പൂപ്പനും ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല. എന്തായാലും മുരളിച്ചേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, സമസ്തയെ കുറിച്ച് ശിവൻ ചേട്ടൻ ഇനിയെങ്കിലും തന്റെ അഭിപ്രായം രേഖപ്പെടുത്താതിരിക്കില്ല. കേന്ദ്രമന്ത്രി പറയുമ്പോൾ എനിക്ക് മിണ്ടേണ്ട കാര്യമില്ല, മിണ്ടേണ്ട ആവശ്യം വരുമ്പോൾ ഞാൻ മിണ്ടിക്കോളാം. അത് ശരിയാണ് ശിവൻ ചേട്ടാ, കേന്ദ്രമന്ത്രി പറയുന്നത് കേട്ട് മിണ്ടേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. അല്ലാതെ തന്നെ ശിവൻ ചേട്ടൻ സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ മതി. ധൈര്യമായി പറഞ്ഞോളൂ. അല്ല, അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചോളാം. അല്ല, അതിന്റെ വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ട് ഞാൻ പ്രതികരിക്കുക. വോട്ട് ബാങ്കിനെ പ്രണയിച്ചത് കൊണ്ടാകും എത്രയൊക്കെ ചോദിച്ചാലും ഇടതുവശത്തുനിന്ന് ഇത്രയൊക്കെ മറുപടി പ്രതീക്ഷിച്ചാൽ മതിയാകും. ഇടതിന്റെ ഒഴിഞ്ഞുമാറൽ നയത്തിനെതിരെയുള്ള കൃത്യമായ നിരീക്ഷണം അറിയണമെങ്കിൽ വലതിനോട് ചോദിച്ചാൽ മതി. ഒരു സ്ത്രീവിരുദ്ധ നിലപാടിനോടും യോജിക്കാൻ കോൺഗ്രസിനോ UDF-നോ കഴിയില്ല. ഒരു സ്ത്രീവിരുദ്ധ നിലപാടിനോട് അല്ല, വളരെ കൃത്യമാണല്ലോ. അതിനേക്കാളും വലിയത് അപ്പുറത്തോട്ട് പറയണ്ടല്ലോ. അയ്യോ, നിങ്ങളുടെ എല്ലാവരുടെയും ശബ്ദം ഒരേപോലെ ഇരിക്കുന്നല്ലോ. സമസ്തയെ കുറിച്ച് കൃത്യമായ നിലപാടൊന്നും കയ്യിലില്ലേ സതീഷേട്ടാ? സംഭവം വോട്ട് ബാങ്കിനെ പ്രണയിച്ചവരെല്ലാം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണെങ്കിലും സ്ത്രീ വിഷയത്തിൽ ഒരിക്കലും മുന്നോട്ട് വരാൻ ആഗ്രഹിക്കാത്ത വനിതാ കമ്മീഷൻ തലക്കെടി കിട്ടിയ പോലെയെങ്കിലും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ സൗദി അറേബ്യയിൽ ഉൾപ്പെടെ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് അടക്കം ലഭ്യമാക്കി കൊടുക്കാൻ ഇസ്ലാമിക ഭരണകൂടങ്ങൾ തയ്യാറാകുമ്പോൾ ഈ സാക്ഷര സുന്ദരം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ പ്രാകൃതമായിട്ടുള്ള അവസ്ഥയിൽ ചിന്തിക്കുന്ന സംഘടനകൾ തീർച്ചയായിട്ടും അപമാനകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിന് തന്നെ വരുത്തി വെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 100% ഞാൻ യോജിക്കുന്നു. വനിതാ കമ്മീഷന് ബോധോദയം ഉണ്ടായ സമയത്ത് പോലും കിളി പറന്ന മറുപടികളുമായി രംഗത്ത് വരുന്ന രാഷ്ട്രീയക്കാർ എന്നും മലയാളികൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അതായത് ഉത്തമ മനസ്സിലായി. അതായത് ഉത്തമ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ചാച്ചാ.